ഹായ് ഫ്രണ്ട്സ്, എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. കോയമ്പത്തൂർ സഹായി ഹോസ്പിറ്റലിൽ നിന്നുള്ള ഫ്ലാഗ് ഓഫ് ചടങ്ങിൻ്റെ ക്ലിപ്പ് കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് ഇടാൻ മറന്നുപോയി. അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യത്തെ വീഡിയോയിൽ ഞാനത് ഉൾപ്പെടുത്തിയതാണ്. കോയമ്പത്തൂരിൽ നിന്ന് ഞങ്ങൾ നേരെ പോയത് തഞ്ചാവൂരാണ്. തഞ്ചാവൂർ ഞങ്ങൾക്ക് താമസിക്കാൻ വേണ്ടി റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ഒരു ബിൽഡിങ്ങിൽ താമസ സൗകര്യം ഒരുക്കിയിരുന്നു. അത് നമ്മളെ ഗജേന്ദ്രൻ സാറ് പറഞ്ഞിട്ട് ജയരാജ് എന്ന നമ്മുടെ ഇപ്പോഴുള്ള ഒരു ഭിന്നശേഷി സുഹൃത്താണ്. അദ്ദേഹം പറഞ്ഞിട്ട് തഞ്ചാവൂരിലെ ഒരു പൗരപ്രമുഖനും റെഡ് ക്രോസ് സൊസൈറ്റിയുടെ വളണ്ടിയറുമായ മുത്തുകുമാരൻ സാറാണ് ഞങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കിയത്. ഞങ്ങൾക്ക് നല്ല സ്വീകരണമൊക്കെ തന്നു. ട്രാഫിക് പോലീസും ഒക്കെ ചേർന്ന് നമുക്ക് ആ വലിയ കോവിൽ ആ അമ്പലത്തിൻ്റെ നടയിൽ വെച്ച് ഞങ്ങൾക്ക് നല്ലൊരു സ്വീകരണം ഒക്കെ തന്ന് ഞങ്ങൾ രാവിലെ 7 മണിക്ക് തന്നെ വന്നു. എന്നിട്ടും ഇവിടെ ഭക്തജനങ്ങളുടെ ഭയങ്കര തിരക്കാണ്. മുത്തുകുമാർ സാറിൻ്റെ സ്വാധീനത്തിൽ ഞങ്ങൾക്ക് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ വണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞു. വീൽ ചെയറും ഉരുട്ടി ക്ഷേത്രത്തിൻ്റെ ഓരോ ഭാഗവും കണ്ടുകൊണ്ട് ഞങ്ങളങ്ങനെ നടക്കുകയാണ്. ചോള രാജവംശത്തിലെ പ്രമുഖനായ രാജരാജ ചോളനാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത്. AD 955 തുടങ്ങിയ ക്ഷേത്ര നിർമ്മാണം 1013 ക്ഷേത്ര നിർമ്മാണം പൂർത്തിയായത്. AD 1010 അരുൾമൊഴി വർമ്മൻ എന്നും വിളിക്കപ്പെടുന്ന രാജരാജ ചോളൻ ഒന്നാമൻ്റെ കാലത്താണ് ഈ ക്ഷേത്രം പണിതത്. പെരിയ കോവിൽ എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രം ബൃഹാദേശ്വര ക്ഷേത്രം എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. കുഞ്ചരാമല്ലൻ രാജരാജ പെരുന്തച്ഛനാണ് രാജരാജ ക്ഷേത്രത്തിൻ്റെ ശില്പി. ക്ഷേത്രത്തിൻ്റെ മതിലിൽ അദ്ദേഹത്തിൻ്റെ പേര് കൊത്തിവെച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ വീൽ ചെയറും തള്ളി പോകുമ്പോൾ ക്ഷേത്ര മതിലുകളിലൊക്കെ നല്ല കൊത്തുപണികളുള്ള ശില്പങ്ങളൊക്കെ കാണാം. അവയിലൊക്കെ നായകന്മാരുടെ ജീവചരിത്രവും ഭരതനാട്യത്തിൻ്റെ 108 അഭിനയ മുദ്രകളും ആലേഖനം ചെയ്തിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ സംരക്ഷണം കേന്ദ്ര പുരാവസ്തു ഗവേഷണ കേന്ദ്രത്തിൻ്റെ ചുമതലയിലാണ്. കലയും ആത്മീയതയും ശാസ്ത്രവും സമ്മേളിച്ചൊരു അത്ഭുതം. അതാണ് തഞ്ചാവൂരിലെ രാജരാജേശ്വര ക്ഷേത്രം, അല്ലെങ്കിൽ വലിയ കോവിൽ. ഇവിടെ ഒറ്റക്കല്ലിൽ തീർത്ത നന്ദികേശൻ്റെ വലിയൊരു പ്രതിമയുണ്ട്. അതൊരു വലിയൊരു ആകർഷണമാണ്. അതുപോലെ വലിയ ശിവലിംഗമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. അതും വലിയൊരു ആകർഷണമാണ്. ഈ ക്ഷേത്രത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇതിൻ്റെ ഗോപുരത്തിൻ്റെ നിഴൽ താഴെ പതിക്കില്ല എന്നാണ് പറയപ്പെടുന്നത്. ഞങ്ങൾ വന്ന ദിവസം ഒരു മൂടലായിരുന്നു, അതോടെ നിഴൽ കാണാൻ പറ്റിയില്ല. അതുപോലെ ഈ ക്ഷേത്രത്തിൻ്റെ ഗോപുരത്തിൻ്റെ മുകളിൽ ഒരു വലിയൊരു പാറയുടെ ഒരു ശിലയുണ്ട്. അത് ഏകദേശം ഒരു 90 ടൺ ഭാരം ഉണ്ടാവും എന്നാണ് പറയപ്പെടുന്നത്. അന്നത്തെ കാലത്ത് അത് എങ്ങനെ അവിടെ എത്തിച്ചു എന്നത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. വലിയ കോവിൽ സന്ദർശിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് മറാത്ത കൊട്ടാരം, അതായത് മറാത്ത പാലസ് കാണാനാണ്. തൊട്ടടുത്ത് തന്നെയാണ് അതുള്ളത്. 16-ാം നൂറ്റാണ്ടിൽ നായക്കന്മാരാണ് നിർമ്മിച്ചതെങ്കിലും 17-ാം നൂറ്റാണ്ടിൽ അധികാരത്തിൽ വന്ന മറാത്ത രാജാക്കന്മാരാണ് ഇത് പുതുക്കി പണിതത്. ശേഷമാണ് മറാത്ത പാലസ്, മറാത്ത കൊട്ടാരം എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത്. ഇതിനകത്ത് പഴയ ഒരുപാട് ശില്പങ്ങളൊക്കെ ഉണ്ട്. വെങ്കലത്തിലും മറ്റും ഉണ്ടാക്കിയത്, കരിങ്കല്ല്, വെങ്കലം. അധികവും രാജരാജ ചോള രാജാക്കന്മാരുടെ കാലത്ത് നിർമ്മിക്കപ്പെട്ടവയാണ്. പല സ്ഥലത്തു നിന്നും കുഴിച്ചെടുക്കുമ്പോഴൊക്കെ കിട്ടിയ സാധനങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ചരിത്രാന്വേഷികളായ വിദ്യാർത്ഥികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന സ്ഥലമായിരിക്കും. ഒരുപാട് കാണാനും അറിയാനൊക്കെ ഉണ്ട് ഇവിടെ. ഞങ്ങളങ്ങനെ ഓരോ സ്ഥലവും കണ്ട് വീൽ ചെയറും തള്ളി നടക്കുകയാണ്. എനിക്കൊരുപാട് ഇഷ്ടമാണ് ഇങ്ങനെ ഈ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ കാണാനും ഒക്കെ. എല്ലാ ശില്പത്തിൻ്റെ അടിയിലും എഴുതി വച്ചിട്ടുണ്ട് ഇത് എവിടെ നിന്നാണ് കുഴിച്ചെടുത്തത്, എത്ര വർഷത്തെ പഴക്കമുണ്ട് ഇതിനൊക്കെ എന്നൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാം. മറാത്ത പാലസിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് പോകുമ്പോഴത്തേന് ശരിയായ രീതിയിൽ വീൽ ചെയർ കയറി പോകാനുള്ള റാമ്പില്ല. അത് കേന്ദ്ര സർക്കാരിൻ്റെ പരാതി പോർട്ടലിൽ ഞങ്ങൾ പരാതിപ്പെട്ടു, ഫോട്ടോയൊക്കെ എടുത്ത് അയച്ചു. അത് ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തെ അതൊക്കെ ക്ലിയറാക്കുമെന്ന് നമുക്ക് വിചാരിക്കാം.
ഫോട്ടോ ഉണ്ടോ? എന്തൊരു ഭംഗിയല്ലേ പാലസിന്റെ മുകൾ ഭാഗമൊക്കെ. ഞങ്ങളങ്ങനെ പാലസൊക്കെ കണ്ട് പുറത്തിറങ്ങി അടുത്ത സ്ഥലം ലക്ഷ്യമാക്കി വണ്ടി വിട്ടു. ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം പോണ്ടിച്ചേരിയാണ്. ഹായ്, നമ്മുടെ യാത്രയിൽ ഇപ്പോൾ നമ്മൾ പോണ്ടിച്ചേരി എത്തിയിട്ടുണ്ട്. തഞ്ചാവൂരിൽ നിന്ന് രാവിലെ വിട്ടത് പോണ്ടിച്ചേരി ഒക്കെ റൂം കിട്ടിയിട്ടുണ്ട്. മലയാളികൾ തന്നെ. മനുവും സൗമ്യ ഇവരൊക്കെ കൂടി ഫുഡ് ഉണ്ടാക്കുന്നത്. സൂരജ് ബ്രോ അവിടെ കിടക്കുന്നുണ്ട്. മനു ഇവിടെ അരി കഴുകുന്നു. സൗമ്യ അവിടെ പച്ചക്കറി മുറിക്കുന്നു. രാത്രിക്കത്തെ ഫുഡ് ഉണ്ടാക്കാനുള്ള തത്രപ്പാടിലാണ് എല്ലാവരും. തുണികളൊക്കെ കഴുകിയിട്ടിട്ടുണ്ട് മൊത്തം. ഇന്നെന്താണ് സ്പെഷ്യല്? തക്കാളിച്ചോറ്. നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വാട്ടിക്കൊണ്ടിരിക്കണ്. തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അരി കഴുകി വെച്ചിട്ടുണ്ട്. നമ്മുടെ മസാലപ്പൊടികൾ. വെള്ളം ചോന്ന് കൊണ്ടുവന്നിരിക്കണം. കാസർഗോഡത്തെ വെള്ളമാണ് കേട്ടോ. നമ്മുടെ ചമ്മന്തിപ്പൊടിയുണ്ട്, അച്ചാറുണ്ട്, മാങ്ങാത നിങ്ങൾ പിടിച്ചോ വേണമെങ്കിൽ. എങ്ങനെയുണ്ട്? അതല്ല, ഇത് ചെമ്മീനല്ലേ? ഇല്ല, ഇതില്ല. തേങ്ങ ഇതാ ഞാൻ പറഞ്ഞു. ഓക്കെ, അത് കുഴപ്പമില്ല. ഇത്ര വലിയ ഇതേതാ സ്ഥലം എന്നറിയോ? ഇത് കോയമ്പത്തൂരിൽ നിന്ന് തഞ്ചാവൂരിലേക്ക് വരുന്ന വഴിക്ക് ഒരു ഡാമുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ആ ഡാമിൻ്റെ കുറച്ച് വീഡിയോസാണ് കഴിക്കുന്നത്. വീഡിയോയിൽ ഞങ്ങൾക്കത് ഉൾപ്പെടുത്താൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് വെറുതെ ഇട്ടു എന്നുള്ളൂ. നമ്മുടെ രാവിലെ തന്നെ ഭക്ഷണം ഉണ്ടാക്കി. ചപ്പാത്തി, മുട്ടക്കറി. ഇതവിടെ സൂരജ് വഴി അവിടെ കഴിക്കുന്നു. സൗമ്യ മനോടെ ബുൾസൈ ഉണ്ടാക്കുന്നു. റൊട്ടി. ഇതും വെക്കണമായിരുന്നല്ലോ അല്ലേ? സോറി. കുക്കറിൽ നമ്മുടെ അരിയും പരിപ്പൊക്കെ ഇട്ടിട്ടുണ്ട്, വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ഗൂസ്ബെറി എവിടെ നിന്ന് കിട്ടി? കഴിച്ചു നോക്കുന്നു.